ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പലതരത്തിലുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ആപ്ലിക്കേഷനും പിന്നെ ഈ ഒരു മെറ്റീരിയൽസും ഫോൺസും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഡ്രൈവ് ലിങ്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് അയച്ചിടാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റർ വർക്കിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4:5 ഒരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാവേലിയുടെ PNG ഇതിലേക്ക് ആഡ് ആക്കാം. ഓക്കെ, ഈ ഒരു മാവേലിയുടെ PNG കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു അടിയത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ ചെന്നിട്ട് ഈ ഒരു ഗ്ലോ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ കളർ ഈ ഒരു യെല്ലോ ആക്കി കൊടുക്കുക. ദെൻ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ആണ് ആ ഒരു റെഡ്യൂസ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ആൽഫയും ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ ബ്രൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഏകദേശം ഈ ഒരു രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് അതിൻ്റെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സൂമിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ഫസ്റ്റ് കാണുന്ന ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് ഈ ഒരു ഗ്ലോ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു യെല്ലോ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്ര അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഈ ഒരു PNG ഇങ്ങനെ ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അയച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ബാക്കിലോട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും നമ്മുടെ ഈ ഒരു PNG തമ്മിലൊരു മാച്ചില്ല. സോ അപ്പോൾ നമുക്ക് കളറ് മാറ്റി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ കളറ് മാറ്റണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ വരാം. നമുക്ക് കളറിൽ പോയിട്ട് ഈ ഒരു ഹോട്ട് കളർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ശേഷം നമുക്ക് അതിൻ്റെ കളർ ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു യെല്ലോക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കിട്ടും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഈ ഒരു യെല്ലോ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 2 മാവേലിയുടെ PNG ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ദെൻ അത് സൂം ചെയ്ത് ഈ ഒരു പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. സോ നിങ്ങളുടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എവിടെയാണോ വേണ്ടത് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ ഒരു മാവേലിയുടെ PNG അറേഞ്ച് ചെയ്ത് വെക്കുക. ഏകദേശം ഇവിടെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമുക്കൊരു എഫക്റ്റ് സെക്ഷനിൽ വരാം. ആ ഒരു ഫസ്റ്റത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് സെക്ഷനിൽ വരാം. ഈ ഒരു വൈപ്പ് എന്ന് പറഞ്ഞ ടൂള് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൽ എൻഡ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഫസ്റ്റ് ആംഗിൾ നമുക്ക് 90 ആക്കിയിട്ട് എൻഡ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ഫെദർ കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ട് കിട്ടണം കാണും. ശേഷം നമുക്ക് ആ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ അടിയിൽ കാണുന്ന ആ ഒരു ആ ഒരു PNGയിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊരു മാവേലിയുടെ PNG ചെയ്താലും ഇതേപോലെ ചെയ്യണേ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഓവർലേസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓവർലേസ് കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതാണ് യൂസ് ചെയ്യണത്. ഇത് ജസ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ ലൈറ്റിങ്ങിൽ പോയിട്ട് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ദെൻ മാവേലിയുടെ പിന്നിലാക്കി വയ്ക്കുക. ദെൻ നമുക്ക് വീണ്ടും ഒരു ഓവർലേ ആഡ് ചെയ്യണം. സോ ഈ ഒരു കാർഡിൻ്റെ ഓവർലേ ആഡ് ചെയ്തിട്ട് സ്ക്രീൻ കൊടുക്കുക. ശേഷം മാവേലിയുടെ ദിവടായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. സോ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓവർലീസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ജസ്റ്റ് ഇങ്ങനെ നെയിം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എഫക്റ്റിൽ വരാം. എഫക്റ്റിൽ വന്ന് വൈപ്പ് ആഡ് ചെയ്തിട്ട് ആ ഒരു ആംഗിൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു എഴുത്ത് കാര്യങ്ങളൊക്കെ വാട്ടർമാർക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഇത് ഈ ഒരു മാവേലിയുടെ പിന്നിലായിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഓവർലീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ അവിടെ കലക്കിക്കോണമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ക്രോം ഓപ്പൺ ആക്കാം. ക്രോമിൽ നമുക്ക് കോഡ് FM മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ശേഷം നമുക്ക് അടിയിൽ കാണുന്ന ഒരു കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക, നേരെ നമ്മുടെ ലൈറ്റ് മോഷനിൽ കൊണ്ടുവന്ന് ഈ ഒരു ടെക്സ്റ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇവിടെ മലയാളം ഫോണ്ട് ജസ്റ്റ് ആഡ് ചെയ്യാം. സോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ടെലിഗ്രാം ചാനലിൽ മലയാളം ഫോണ്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. സോ ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ മലയാളം ഫോണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കളറ് മാറ്റി കൊടുക്കുക. സോ കളറ് ഗ്രേഡിയൻറ്റിൽ പോവുക, ഇവിടെ ഈ ഒരു യെല്ലോ ആക്കി കൊടുക്കുക. ഓക്കെ, ശേഷം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഷാഡോയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഷാഡോ എനേബിൾ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റിന് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എഫക്റ്റിൽ പോവുക, ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റ് എഫക്റ്റിൽ പോവുക. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ശേഷം അതിൻ്റെ ആംഗിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു 90 ആക്കി കൊടുക്കുക. ഓക്കെ, ആ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിലാക്കിയിട്ട് ആ ഒരു സ്ട്രെച്ച് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഓരോ ടെക്സ്റ്റിനും ഫോണ്ടിനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളതനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു എഫക്റ്റിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റിൽ നമുക്ക് ഈ ഒരു എക്സ്പോഷർ ഗാമ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യാം. ദെൻ നമുക്കത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ കൂടി കിട്ടും. സോ അത് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓറഞ്ച് ഫീലിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു 2 ടെക്സ്റ്റ് കൂടെ നമുക്ക് മാവേലിയുടെ പിന്നിലായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഇവിടെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണത് ഫ്രാക്ചൽ വാർപ്പ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ ഫ്രാക്ചൽ വാർപ്പ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഞാൻ ഇതിൽ ആഡ് കാണിക്കുന്നില്ല. സോ അത്യാവശ്യം ലാഗ് ആവും. അപ്പോൾ ആ ഒരു എഫക്റ്റ് യൂസ് ചെയ്യണത് ഞാൻ എങ്ങനെയാണെന്ന് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു വീഡിയോയിൽ 5ാമത്തെ മിനിറ്റിൽ 35ാമത്തെ സെക്കൻഡിൽ ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ എഫക്റ്റ് യൂസ് ചെയ്യാമെന്ന്. സോ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. സോ അതുപോലെ ക്രിയേറ്റ് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഫയലിൽ ഇതിങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, നേരെ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ഫയലിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും. ആ ഒരു ഫ്രാക്ചൽ വാർപ്പ് ആഡ് ചെയ്തതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. സോ അത് നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഒരു മാഗ്നിറ്റ്യൂഡും ഡീറ്റെയിലിങ്ങും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രാക്ചൽ വാർപ്പിൻ്റെ യൂസേജ് മനസ്സിലാവും. സോ അതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇത് ഇത്ര ആക്കി കൊടുക്കുന്നുണ്ട്. സോ ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രാക്ചൽ വാർപ്പ് ആഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തെന്ന് വെക്കാം. സോ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് റണ്ണാക്കുമ്പോൾ നമുക്ക് എവിടെയാണോ ബെറ്റർ എന്ന് തോന്നാം അവിടം വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് എടുത്തിടാം. ഓക്കെ, ഇത് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിലേക്ക് എടുത്തിടാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് അപ്പോൾ ഫ്രാക്ചൽ വാർപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ ഒരുമാതിരി ഇങ്ങനെ ശോകം പോലെ ഇരിക്കും. സോ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് ഡ്രാഗ് ചെയ്ത് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. അതിൻ്റെ എഡിറ്റ് ഷേപ്പിൽ പോയിട്ട് നമുക്ക് ഈ ഒരു വൈ എന്നുള്ള ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഇവിടം വരെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് മാസ്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ മാസ്ക് കൊടുക്കുമ്പോൾ നമുക്ക് സൈഡിലൊക്കെ ബ്ലാക്ക് ആയിട്ട് കാണും. സോ ആക്ച്വലി അത് ബ്ലാക്ക് അല്ല, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇവിടെയും ബ്ലാക്ക്. സോ ആക്ച്വലി അത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിടക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രാക്ചൽ വാർപ്പ് എവിടെയാണോ ബെറ്റർ സോ അവിടം വെച്ച് നോക്കിയെടുത്തിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കിടക്കാം. നമുക്ക് ഈ ഒരു അടിയിൽ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. സോ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അടിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലർ ആഡ് ചെയ്യാം. സോ അതിനായി നമുക്ക് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇത് ഇവിടെ ആയിട്ട് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോവുക. എന്നിട്ട് ഈ ഒരു ഡിറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബ്ലർ ഇത് ഇവിടം വരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോവുക. വൈപ്പ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ആംഗിൾ നമുക്ക് 90 ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ശേഷം നമുക്ക് ഫെദറും കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലർ ഫെയ്ഡ് ആയിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മാസ്ക് ചെയ്തതിൻ്റെ അടിയിലേക്ക് ആക്കി വെക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ എന്ത് ചെയ്താലും ആ ഒരു മാസ്ക് ചെയ്തത് എന്തായാലും മേലേക്ക് എടുത്ത് ഇടാൻ മറക്കരുത്. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് അടിയിൽ സ്കൂളിൻ്റെ കോളേജിൻ്റെ ഒക്കെ നെയിംസ് കാര്യങ്ങളും പിന്നെ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യലാണ്. സോ അത് ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ അവിടെ കുറച്ചൊന്ന് ടെക്സ്റ്റ് എടുത്ത് കാണിക്കാനായിട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ പോവുക, വൈപ്പ് ആഡ് ചെയ്യുക. ശേഷം ആ ഒരു വൈപ്പിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ 90 ആക്കി കൊടുക്കുക. ശേഷം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് അടിയിലേക്ക് ആക്കിയിട്ട് നേരെ നമുക്ക് ഫെദർ കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഫെയ്ഡ് ആയിട്ട് കിട്ടും. ശേഷം നമുക്ക് വേണമെങ്കിൽ ഓപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നേരെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മാസ്ക് ചെയ്ത ആ ഒരു ഷേപ്പ് നേരെ നമുക്ക് മേലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നേരെ മേലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാവേലിക്ക് ജസ്റ്റ് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കാം. സോ നമുക്ക് ഈ ഒരു PNG ആഡ് ചെയ്യാം. ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ ടച്ചപ്പിന് വേണ്ടി നമുക്കൊരു CC ആഡ് ചെയ്യണം. സോ ഈ ഒരു CC ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ആ ഒരു CC നിങ്ങൾക്ക് അലൈറ്റ് മോഷനിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, നേരെ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു CC നിങ്ങൾ മസ്റ്റ് ആയിട്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ എന്നാലേ നമ്മുടെ പോസ്റ്ററിന് അത്യാവശ്യം ഭംഗി കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു പോസ്റ്റർ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ നിങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? സോ അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ വെച്ചിട്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള പോസ്റ്റേഴ്സ് വീണ്ടും എഡിറ്റ് ചെയ്തെടുക്കാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടും ആ ഒരു മാവേലിനെയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വേറെയും അടിപൊളി പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറേ അധികം ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ വേണം. സോ അത് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, എപ്പോഴും പറയണില്ല. ഓക്കെ, ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മീഡിയ എന്ന് പറഞ്ഞ് കാണും. സോ ഒരു കളറൊക്കെ ഇടേണ്ട അവിടെ മീഡിയ എന്ന് പറഞ്ഞ് കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, പിൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ചൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. സോ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ജസ്റ്റ് ഈ ഒരു വയലറ്റ് കളർ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാവേലിയായിട്ട് ഇതൊരു ഒട്ടും മാച്ചില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാവേലിയുടെ PNGയുടെ ആ ഒരു എഫക്ട് സെക്ഷനിൽ പോയിട്ട് ഗ്ലോയിൽ എടുക്കുക. ഗ്ലോയിൽ ആ ഒരു കളർ നമുക്ക് പിക്ക് ചെയ്യണേൽ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മേലത്തെ മാവേലിയുടെ PNGയിൽ ഗ്ലോയിൽ ചെന്ന് കളറിൽ ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മേലത്തെ മാവേലി ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ കളറായിട്ട് മാച്ച് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഫക്ട് സെക്ഷനിൽ പോവുക. നേരെ നമുക്ക് കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണും. ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു വയലറ്റ് കളർ ജസ്റ്റ് ഒന്ന് ആഡായി വരണേ. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു യെല്ലോ ടെക്സ്റ്റ് ഇതിനായിട്ട് മാച്ച് ഇല്ല. നമുക്കത് ജസ്റ്റ് ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, രണ്ട് ടെക്സ്റ്റ് നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം. അടിയിലെ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷെയ്ഡ് പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മാവേലിയുടെ PNG കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുക. സോ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ഒരു പ്രൊജക്റ്റ് ഫയൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് കിടക്കണ ആ ഒരു മാവേലിയുടെ ആ ഒരു എഫക്റ്റിൽ സെക്ഷനിലുള്ള ആ ഒരു എഫക്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു മാവേലിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ പുതിയൊരു മാവേലിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഈ ഒരു മാവേലിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ എഫക്ട് സെക്ഷനിൽ വന്നിട്ട് നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാവേലി എവിടെയാണോ നിന്നിരുന്നത് അവിടേക്ക് തന്നെ ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ശേഷം അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു PNG ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് അടിയിൽ കിടക്കണ ആ ഒരു നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് വീണ്ടും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ പോസ്റ്റർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇതുപോലെയാണ് ഇത്തരം പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത XML ഫയലും പിന്നെ ഈ ഒരു മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് XML എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. സോ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.